തോലിക്കട്ടി തന്നെ നിങ്ങൾക്ക് കേട്ടോ. ഇക്കാലത്തെ ഇസ്ലാം സംസാരിക്കുകയാണെങ്കിൽ ഒരു 25 വയസ്സിന് ശേഷമേ പെൺകുട്ടികൾ വിവാഹം കഴിക്കാവൂ എന്ന് പറഞ്ഞേക്കും. വളരെ നല്ലത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ വിവാഹപ്രായം ഉയർത്തിയ നിയമം കൊണ്ടുവന്നപ്പോൾ നിങ്ങൾ ആദ്യം അഭിപ്രായം പറയണമായിരുന്നു. വളരെ നല്ലത്. ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിം പെൺകുട്ടികൾക്ക് പക്വതയെത്തണമെങ്കിൽ 25 വയസ്സ് വേണം. അതുകൊണ്ട് സർക്കാരിന്റെ 21 വയസ്സ് വിവാഹപ്രായത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് നിങ്ങൾ അന്ന് പറഞ്ഞില്ലല്ലോ. നിങ്ങൾ അന്ന് പറഞ്ഞു കണ്ടില്ലല്ലോ. നിങ്ങൾ വിവാഹപ്രായം ഉയർത്തരുത് എന്ന് പറയുന്നവരോടൊപ്പമല്ലേ നിന്നത്, അല്ലേ? അപ്പോ അതൊക്കെയല്ലേ ഇരട്ടത്താപ്പ്. പക്വതയും തന്റെ ഇടമാണ് പരിഗണിക്കുന്നത്. അപ്പോൾ അതാണ് വിഷയം. പിന്നെ ആയിഷ റളിയല്ലാഹു നമ്മൾ 6 വയസ്സിലേക്ക് അല്ലെങ്കിൽ 6ാം ക്ലാസിന്റെ പ്രായത്തിലേക്ക് ഇങ്ങനെ അവിടെ ചുരുട്ടിക്കൂട്ടി കെട്ടിവെക്കേണ്ടതില്ലെന്ന് സൂചിപ്പിച്ചത് ചരിത്രപരമായി തെളിയിക്കപ്പെട്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. നേരത്തെ സൂചിപ്പിച്ചവർക്ക് അന്ന് 17-18 വയസ്സ് പ്രായമുണ്ട്. രണ്ടാമത് വിവാഹം കഴിയാൻ നിലവിൽ ഭാര്യ ഉണ്ടെങ്കിൽ അവരുടെ പെർമിഷൻ വേണോ എന്നുള്ളതാണ് ഈ വിഷയത്തിൽ പറയാവുന്ന ഒരു സംഭവം മാത്രം സൂചിപ്പിക്കുന്നത്. പ്രവാചക തിരുമേനിയുടെ മകൾ ഫാത്തിമ റളിയല്ലാഹു വിവാഹം കഴിച്ചിരിക്കുന്നത് അലി റളിയല്ലാഹുവിനാണ്. അലി റളിയല്ലാഹുവിന് രണ്ടാമതൊരു വിവാഹാലോചനയുമായിട്ട് ഒരു കുടുംബം വരുന്നുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ ആരുടെയും ഒരു പെർമിഷനും ആവശ്യമില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കുന്ന പെൺകുട്ടിയുടെയും അവളുടെ രക്ഷിതാവിന്റെയും പെർമിഷൻ മാത്രമേ അതിന് വേണ്ടിയുള്ളൂ എങ്കിൽ ആ കുടുംബം പ്രവാചക തിരുമേനിയോട് വന്ന് പെർമിഷൻ ചോദിക്കില്ല. അവർ മനസ്സിലാക്കി വെച്ചെന്താണെന്ന് നമുക്ക് മനസ്സിലാവും. പ്രവാചകരോട് ഒന്ന് ചോദിച്ചത് പ്രവാചകരാരാ? ഫാത്തിമ റളിയല്ലാഹുവിന്റെ പിതാവാണ്. എന്നാൽ ആ പിതാവ് അതിന് മറുപടി പറയുന്നത് വന്ന സമയത്ത് അവരോട് നേരിട്ടല്ല. വീട്ടിൽ നിന്നല്ലേ കാര്യം അന്വേഷിക്കുക വിവാഹമൊക്കെ, അപ്പോൾ വീട്ടിൽ തന്നെ പറഞ്ഞാൽ മതി. പക്ഷെ റസൂൽ നേരെ വന്ന് മിമ്പറിൽ കയറി, പള്ളിയിൽ വന്നു, ആൾക്കാരുണ്ട് അവിടെ, ആ മിമ്പറിൽ കയറി എന്നിട്ട് പറഞ്ഞു ഇന്ന കുടുംബം അവരുടെ മകളെ അലിക്ക് വിവാഹം ആലോചിക്കുന്നു, എന്നോട് സമ്മതം ചോദിച്ചിരിക്കുന്നു, എനിക്ക് സമ്മതമല്ല. അത് 3 പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നത് അലിക്കത്ര നിർബന്ധമാണെങ്കിൽ മകളെ വിവാഹമോചനം നടത്തി വീട്ടുകൊണ്ടാക്കിയിട്ട് വേറെ കഴിച്ചോട്ടെ. ഈ സംഭവം വളച്ചൊടിക്കാൻ ഇവര് മിടുക്കന്മാരാണ് കേട്ടോ. വീട്ടില് ഭയങ്കരമായ ജോലി ഭാരം ഫാത്തിമയ്ക്ക്, പ്രവാചകന്റെ മകൾ ഫാത്തിമയ്ക്ക് ഭയങ്കരമായ ജോലി ഭാരം. അവിടെ അവർക്ക് കുറച്ച് അടിമകളും ഒക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കിയൊക്കെ വേണ്ടേ. ഇന്നത്തെ പോലത്തെ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടം കൂടിയാണല്ലോ. അങ്ങനെ പ്രവാചകനോട് വന്ന് എപ്പോഴും ആവലാദികൾ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് ഫാത്തിമ. എനിക്ക് ജോലി ചെയ്ത് വയ്യ, നടുടിഞ്ഞു, അതുകൊണ്ട് എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കണം, ഒരു വേലക്കാരിയെ വെച്ച് തരണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ അലി വന്നിട്ട് പ്രവാചകനോട് ചോദിച്ചു, അള്ളാഹുവിന്റെ ദൂതരെ, ഞാനൊരു വിവാഹം കൂടി കഴിക്കട്ടെ, ഞാനൊരു വിവാഹവും കൂടി കഴിക്കട്ടെ. അപ്പോ നബി ഒന്ന് നോക്കി അലിയെ, എന്നിട്ട് പറഞ്ഞു, എൻ്റെ മകളെ കണ്ണീര് കുടിപ്പിക്കാൻ നീ ആലോചിക്കുകയാണോ? എൻ്റെ മകളെ കണ്ണീര് കുടിപ്പിക്കാൻ നീ ആലോചിക്കുകയാണോ? എൻ്റെ മകളെ വിവാഹമോചനം നടത്തി വീട്ടിൽ കൊണ്ടിരുത്ത്. എത്ര സ്ത്രീകളെ കണ്ണീര് കുടിപ്പിച്ച മഹാരഥനാണ് ഈ പറയുന്നത്. മാനവരിൽ മഹാവീരന്റെ മാതൃകകൾ എത്രയുണ്ട്. എന്നിട്ട് കാരണം നബിക്കറിയാം പ്രവാചകന്റെ ഭാര്യമാര് 2 ചേരിയിലായി നിന്ന് പരസ്പരം ഫൈറ്റിംഗ് ആയിരുന്നു ദിനേന. അങ്ങനെ പ്രവാചകന് സ്വസ്ഥതയുണ്ടായിരുന്നില്ല, സമാധാനമുണ്ടായിരുന്നില്ല. നബി അത് ചെയ്തു. പക്ഷേ നബിയുടെ മകൾക്ക് അവസ്ഥ വരരുത്. നബി ഒരുപാട് സ്ത്രീകളെ കണ്ണീരിലാഴ്ത്തിയതാ. അതേ അവസ്ഥ നബിയുടെ മകൾക്ക് വരരുത് എന്നുള്ളത് കൊണ്ട് മകളെ വീട്ടിൽ കൊണ്ടുവിട്ടേക്കെന്ന്. അത് 3 പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നത് അലിക്കത്ര നിർബന്ധമാണെങ്കിൽ മകളെ വിവാഹമോചനം നടത്തി വീട്ടുകൊണ്ടാക്കിയിട്ട് വേറെ കഴിച്ചോട്ടെ. ഈ സംഭവത്തിന് ശേഷം അലി റളിയല്ലാഹു ഫാത്തിമ റളിയല്ലാഹു മരണപ്പെടുന്നത് വരെ മറ്റൊരു വിവാഹം കഴിച്ചിട്ടില്ല. ഇതിൽ നിന്ന് ആ ചോദ്യത്തിന് ഉത്തരം കിട്ടും. എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത്, സാധാരണഗതിയിൽ നിലവിൽ ഭാര്യയില്ല, അങ്ങനെ കുടുംബമൊത്ത് ജീവിക്കുന്ന ആളുകൾ മറ്റൊരു വിവാഹം കഴിക്കുമ്പോൾ നിലവിലുള്ള ഭാര്യയുടെ അല്ലെങ്കിൽ ആ ഭാര്യയുടെ രക്ഷിതാവിന്റെ പെർമിഷനോട് കൂടിയായിരിക്കണം വിവാഹം കഴിക്കുന്നത്. ഇവർക്ക് തന്നെ വന്ന വഴിക്ക് തല എവിടെയെങ്കിലും മുട്ടിയതാണോ? ഇതേ ചോദ്യം തന്നെ ഈ നജീബോ, എന്താ അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹം ചോദിച്ചപ്പോൾ ഇദ്ദേഹത്തിന് മുമ്പ് ഇതേ വേദിയിൽ തന്നെ ഇതേ സംഘടനയുടെ വക്താക്കൾ ഇതേ ആശയവും ആദർശവും സ്വീകരിക്കുന്ന വ്യക്തി പറഞ്ഞ എന്താണെന്ന് അറിയാമോ?
ഒന്നാമത്തെ വിവാഹം കഴിച്ചത് എങ്ങനെയാണോ അതേ നിയമം തന്നെയാണ് 2ഉം 3ഉം 4ഉം കെട്ടുമ്പോഴുള്ളതെന്ന്. സമ്മതം വേണ്ടാന്ന് ഇപ്പൊ ഇദ്ദേഹം വന്നിട്ട് പറയാണ്, ആദ്യത്തെ ഭാര്യയുടെ ഉത്തരവാദിത്വപ്പെട്ട പേരൻസിന്റെയോ സമ്മതം വേണമെന്ന്. ഇതാണ് ഇവരുടെ എല്ലാ കാര്യത്തിലെയും അഭിപ്രായങ്ങൾ. ഒരൊറ്റ കാര്യത്തിന് 100 കണക്കിന് അഭിപ്രായങ്ങൾ ഇവർ പറഞ്ഞു കളയും നിന്ന നിപ്പില്. ആദ്യം ഒരു മൗലവി മറുപടി പറഞ്ഞു നജീബിന്റെ ചോദ്യത്തിന്, രണ്ടാമതൊരു മറുപടി പറഞ്ഞു അടുത്ത ഒരു പുരോഹിതൻ. തൃപ്തമായില്ല. അടുത്ത പുരോഹിതൻ എഴുന്നേറ്റ് നിൽക്കുകയാണ്. മൂന്നാമത്തെ പുരോഹിതൻ മറുപടി പറയുവാണ്. ചോദ്യം ഈസിയാണ്. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ ലൈംഗിക പക്വതയെ കുറിച്ചിട്ടാണോ നിങ്ങൾ സംസാരിക്കുന്നത്? ആ കുട്ടിക്ക് എന്ത് ലൈംഗികത? ചോദ്യം 1. 6 വയസ്സുള്ള കുട്ടിക്ക് ഏത് രൂപത്തിലുള്ള ലൈംഗിക പക്വതയുണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നത്? എനിക്കത് മനസ്സിലാകുന്നില്ല. 2. 3. ആദ്യ ഭാര്യയിൽ നിന്ന് ലൈംഗിക സംതൃപ്തി കിട്ടിയിട്ടില്ലെങ്കിൽ രണ്ടാമതൊരു വിവാഹം കഴിക്കണമെങ്കിൽ ആദ്യ ഭാര്യയുടെ സമ്മതം വേണോ വേണ്ടേ? മനസ്സിലായോ? ഇതാണ് ചോദ്യം. അതിനാദ്യത്തെ പുരോഹിതൻ പറഞ്ഞത് ലൈംഗിക പക്വതയാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്, പ്രായമല്ല. അതിന് ആദ്യത്തെ ആളുകളൊക്കെ മരിച്ച് അവരുടെ കുടുംബക്കാരൊക്കെ മരിച്ചു പോയി കഴിഞ്ഞാൽ ഈ കുഞ്ഞിന് സ്വാഭാവികമായിട്ടും ഒരു ലൈംഗിക പക്വത കിട്ടുമെന്നാണ് ഉസ്താദ് പറഞ്ഞത്. എന്നിട്ട് പ്രായം വെറും ഒരു നമ്പർ മാത്രമാണ്, അവിടെ പക്വതയാണ് പരിഗണിക്കപ്പെടുന്നത്. എന്നിട്ട് ആദ്യത്തെ വിവാഹം കഴിച്ചതുപോലെ തന്നെ സമ്മതമൊന്നും വേണ്ട, നിങ്ങൾക്ക് അടുത്തതും ഒക്കെ നിങ്ങൾക്ക് കെട്ടാവുന്നതേ ഉള്ളൂ എന്ന്. രണ്ടാമത്തെ ഉസ്താദ് വന്നിട്ട് നേരെ തിരിച്ചു പറഞ്ഞു, ആയിഷയ്ക്ക് 6 വയസ്സാണ്, നിങ്ങളോട് ആരാ പറഞ്ഞു? 18 വയസ്സാണല്ലോ, ഉത്തരവായല്ലോ. 2. 18 വയസ്സിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ആർക്കെങ്കിലും പക്വത വരുമ്പോൾ? ഇന്നത്തെ കുട്ടികൾക്കാണെങ്കിൽ 10-25 വയസ്സെങ്കിലും ആകണം എന്ത് പക്വത വരണമെങ്കിൽ. അതുകൊണ്ട് 25 വയസ്സിൽ കെട്ടിച്ചാൽ മതിയെന്ന്. ശരി, സമ്മതിച്ചു. എന്നിട്ട് ഇനിയും രണ്ടാമത്തെ ഭാര്യയോട് സമ്മതം ചോദിക്കേണ്ടി വരും. ആദ്യത്തെ ഭാര്യയോട് സമ്മതം ചോദിക്കണം രണ്ടാമത് കല്യാണം കഴിക്കാൻ. അതല്ലെങ്കിൽ ആ പെണ്ണിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആരോടെങ്കിലും ചോദിക്കണം. ഇതാണ് ഇതിന്റെ സാരാംശം. അപ്പോൾ രണ്ടിനും തൃപ്തിയില്ലാത്തത് കൊണ്ട് മൂന്നാമത്തെ ഉസ്താദ് എഴുന്നേറ്റ് നിൽക്കുകയാണ് മറുപടി പറയാൻ. വളരെ വിശദമായി തന്നെ മറുപടി പറയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു വ്യത്യസ്തമായ ഒരു ഡയമെൻഷൻ കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കാൻ വേണ്ടിയാണ് ഞാൻ എഴുന്നേറ്റത്. അപ്പോൾ ലൈംഗിക സദാചാരം പ്രവാചകൻ പുലർത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എന്തായാലും മുസ്ലിങ്ങൾക്ക് സംശയമില്ല. പിന്നെ സംശയമുള്ളത് അതായത് ആ ചോദ്യകർത്താവ് ഒരു മുസ്ലിം അല്ല എന്ന് പറഞ്ഞു വെക്കാൻ. ഇങ്ങനെയാണ് ഇവര് ചോദ്യം ചോദിക്കുന്നവരെ ഡൈവേർട്ട് ചെയ്ത് വിടുന്നത്. ഇനി ഒരാളും ഇതുപോലെയുള്ള ചോദ്യം ചോദിക്കരുത്. ഇതുപോലെ തന്നെ ഒരു ഉസ്താദിനോട് ഒരു പെൺകുട്ടി ഒരു വേദിയിൽ വെച്ചിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല ഉസ്താദെ, പ്രവാചകനാ ചെയ്തത് എങ്ങനെയാ ശരിയാകുക? 6 വയസ്സുള്ള കുട്ടിയൊക്കെ കിട്ടി ഭാര്യയാക്കുന്ന 53കാരനെ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ആ ചോദ്യത്തിന് സൂക്ഷ്മത കുറവുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞത്. ഒരു മുസ്ലിമിന്റെ നാവിൽ നിന്നും വരാൻ പാടുള്ള ചോദ്യമല്ലാതെ നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ചത്? കുറച്ചുകൂടി സൂക്ഷ്മത ജീവിതത്തിൽ പാലിച്ചോളൂ എന്നാണ് ഉസ്താദ് പറഞ്ഞത്. അതുപോലെ അദ്ദേഹം പറഞ്ഞത് ഒരു മുസ്ലിങ്ങൾക്കൊന്നും സംശയമാണ്. അപ്പൊ ചോദിച്ചവൻ ആരായി? നജീബിനെ കാഫിറാക്കി. ഇനി ആരെങ്കിലും ഇതുപോലെ ഒരു ചോദ്യം ചോദിക്കാൻ തയ്യാറായി വരുമ്പോൾ സംശയമുണ്ടെങ്കിൽ പോലും ചോദിക്കുന്നില്ല. കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കാൻ വേണ്ടിയാണ് ഞാൻ എഴുന്നേറ്റത്. അപ്പോൾ ലൈംഗിക സദാചാരം പ്രവാചകൻ പുലർത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എന്തായാലും മുസ്ലിങ്ങൾക്ക് സംശയമില്ല. അതിന്റെ അർത്ഥം കാഫിറുകളായ ഞങ്ങൾക്കൊക്കെ സംശയമുണ്ടെന്നല്ലേ? ഉസ്താദെ, നമ്മുടെ പുസ്തകം വെച്ചിട്ട് തന്നെയല്ലേ ഈ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? 6 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകളെ കെട്ടി സംരക്ഷിച്ച പ്രവാചകനെ കുറിച്ച് നമ്മുടെ മതഗ്രന്ഥങ്ങളിൽ ഉള്ള വസ്തുതകളെ കുറിച്ച് ചോദിക്കുമ്പോൾ ഉസ്താദിന് അസഹിഷ്ണുത തോന്നിയിട്ട് കാര്യമില്ല. മുസ്ലിങ്ങൾക്ക് ആർക്കും സംശയമില്ലാതെ നിങ്ങൾ എങ്ങനെ പറയും? ഞങ്ങളെ പോലെയുള്ള മുസ്ലിങ്ങളായിരുന്ന ഞങ്ങൾക്ക് സംശയമുള്ളത് കൊണ്ടാണ് അതിന്റെ ഉത്തരം തേടി ആ മതം വിട്ട് പുറത്തു വന്നത്. ഇപ്പോഴും ആ മതത്തിനകത്ത് നിൽക്കുന്ന ആളുകൾക്കൊക്കെ സംശയമുണ്ട്. എല്ലാ മുസ്ലിങ്ങളുടെയും മൊത്ത കുത്തകയൊന്നും ഉസ്താദ് അങ്ങോട്ട് ഏറ്റെടുക്കും